ഹലോ, ഹായ്. അങ്ങനെ ദേ ഞങ്ങൾ ഹൈലിന്ന് റിയാദ് ഒക്കെ ഒന്ന് കറങ്ങാനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളിത് ഇറങ്ങി. നല്ല തണുപ്പ്, രാവിലെ എണീച്ചേ ഉള്ളൂ, കണ്ണൊക്കെ ദേ കിറുങ്ങിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും റിയാദിലേക്കുള്ള റോഡ് കാഴ്ചയിലേക്കും റിയാദിലെ കാഴ്ചകളിലേക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ റിയാദിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. ഒരുപാട് പേർക്ക് യാത്രകൾ നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ കാണാൻ ഒരുപാട് പേര് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ മരുഭൂമിയിലൊരു സൂര്യോദയം കണ്ടാലോ? ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. ഈ ടൈമിലൊന്നും ഞാൻ എഴുന്നേക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ സൂര്യോദയം കാണുന്നത്. അങ്ങനെ ഒരു 6:30 ആവാറായി. അപ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ച് തുടങ്ങി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊരു സൈഡ് വ്യൂ ആയി പോയോണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന വീഡിയോ. നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഒന്ന് എല്ലാവരെയും കാണിക്കണം ഫസ്റ്റ് തന്നെ തോന്നി. അതാണ് ഞാൻ ഓരോ സ്റ്റേജ് കാരണം 5:30 ഒരു ആകാശത്തിൻ്റെ ഒരു ഇത്, പിന്നെ കുറച്ചും കൂടെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ്, പിന്നെ 10 മിനിറ്റ്സ് കഴിഞ്ഞ്, അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തത്. പിന്നെ നമ്മളിതാ ഇങ്ങനെ യാത്രയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. 2 സൈഡ് നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. അപ്പം തന്നെ ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് മെക്ഡൊണാൾഡ്സിലോട്ടാണ്. പോകുന്ന വഴിക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെക്ഡൊണാൾഡ്സിൽ കയറി ഒരു കോഫി കുടിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ഒരു കോഫിയും എന്നൊരു 1 റിയാൽ ബർഗർ ഓഫറുണ്ട്. അതായത് നമുക്ക് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ബർഗർ 1 റിയാലിന് കിട്ടും. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ പറഞ്ഞു, എനിക്ക് ബർഗർ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ രാവിലെ തന്നെ ഹാപ്പിയായി. ബർഗറും പിന്നെ 1 റിയാലും ഓഫറിനെയും കിട്ടി. എൻ്റെ ബർഗർ അതായി എത്തി. ഇച്ച കഴിച്ചില്ല കേട്ടോ രാവിലെ തന്നെ ബർഗർ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൻ കോഫിക്ക് വേണ്ടി വന്നിട്ട് കിട്ടിയതാ ഇതാണ് നഗറ്റ്സ്. കാരണം കോഫി മെഷീൻ എന്തോ 20-30 മിനിറ്റ്സ് കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് റിയാദിലെത്താൻ ഒരുപാട് ടൈം ലേറ്റ് ആവും. എന്നാൽ പിന്നെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആളതൊന്ന് സ്റ്റോപ്പ് ചെയ്ത്. പക്ഷേ പൈസ നമുക്ക് തിരിച്ച് കിട്ടില്ലായിരുന്നു. കാരണം ഓൺലൈനിലാണ് പേയ്മെൻറ്റ് ചെയ്തത് വന്നപ്പം തന്നെ. അതുകൊണ്ട് അതിന് എന്തെങ്കിലും വാങ്ങിക്കണം. പിന്നെ എന്നാൽ നഗറ്റ്സ് വാങ്ങിക്കാമെന്ന് കരുതി. ഞാൻ ബർഗറൊക്കെ അതിൽ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നഗറ്റ്സും കൂടെ കഴിച്ച് ഇവിടെ ഇരിക്കേണ്ട, ടൈം പോകുന്നു പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറിപ്പോയിരുന്നു കഴിക്കാമെന്ന് കരുതി. നഗറ്റ്സ് മാത്രം വെച്ചാൽ 1 പീസ് കഴിച്ചു. അങ്ങനെ കോഫി കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അടുത്ത ഏതെങ്കിലും കടയിൽ നമുക്ക് നോക്കാം കോഫി കിട്ടുമോയെന്ന്. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. അങ്ങനെ റിയാദിലേക്ക് പോവുകയാണ്. 2.5-3 മണിക്കൂറോളം ആവുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല കുറച്ച് കാഴ്ചകളൊക്കെ എല്ലാം കൂടെ ഇടിയാണെങ്കിൽ ലോങ് ആയി പോകും. അതിന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. 2 സൈഡിൽ നിന്നൊക്കെ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പച്ചപ്പ് ഈ കുറച്ച് ഒരു ഭാഗം കഴിഞ്ഞാൽ ഇനി ഒരു 1.5-2 മണിക്കൂർ ഒരു ഷോപ്പും ഇല്ല, കടകളില്ല, ബിൽഡിംഗ് ഇല്ലാത്ത ഏരിയയിലോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലോട്ടാണ്. കാരണം നമ്മൾ സിറ്റി ഇതിലല്ല വഴിയല്ല, മെയിൻ സിറ്റികൾ നമ്മൾ കവർ ചെയ്യുന്നില്ല. മരുഭൂമിയിലൂടെയാണ്, ഔട്ടർ കൂടാണ് പോകുന്നത് നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ ഓൾമോസ്റ്റ്, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. മരുഭൂമിയാണ് ഫുള്ള് 2 സൈഡും. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ മരുഭൂമിയിലെ ഒരു ഭംഗി ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ കാണാത്ത ഒരു ഇതായതുകൊണ്ട് എനിക്കൊരു ഫസ്റ്റ് ടൈമൊക്കെ കാണുന്നതുകൊണ്ട് ഒരു രസമായിട്ട് തോന്നി. അങ്ങനെ ഇതൊക്കെ കണ്ട് പോയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഇവിടുത്തെ കുറച്ച് വളരെ ചെറിയ കുറച്ച് വീഡിയോസ്. അങ്ങനെ 2 സൈഡും നല്ല മണ്ണ്, മരുഭൂമിയായിട്ട് വേറെ ഒരു സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാനോ ഒന്നും കഴിയില്ല. അവിടെ സൂര്യനിലൊക്കെ നല്ല വെട്ടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെട്ടം അടിച്ച് നമ്മുടെ കാറിലോട്ട് കയറുന്നുണ്ട്. ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് ചൂടില്ല, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ഇപ്പം പിന്നെ തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എങ്കിലും വെട്ടം നല്ല രീതിയിൽ അടിച്ച് നമുക്ക് കയറുന്നുണ്ട്. നോക്കെ മരുഭൂമിയിലെ കാഴ്ചകൾ ഞാൻ കുറച്ചധികം എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാം കേട്ടോ.
നല്ല വെട്ടമാണ് കേട്ടോ സൂര്യൻ അടിച്ച് കയറുന്നത്. ഞാൻ പതുക്കെ ഷോളൊക്കെ മൂടി മുഖമൊക്കെ മറച്ചു. കാരണം അത്രയ്ക്കും എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് പോലും പുറത്ത് കാണാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ റൂമിൽ വന്ന് നോക്കിയപ്പോഴാണ് എന്തായാലും എൻ്റെ അകത്ത് എന്തൊക്കെ പതിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഷോൾ ഇടുന്നതും ഇല്ലാത്തയും സെയിമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ എങ്കിലും ചുമ്മാ ഒരു കവറിങ് കിട്ടിട്ടെന്ന് പറഞ്ഞ് മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഒന്നും കാണാൻ വയ്യായിരുന്നു കേട്ടോ വീഡിയോയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എല്ലാം 18 ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഫുൾ റോഡ് മാത്രമുണ്ട്, ബാക്കി എല്ലാ ഭാഗവും മരുഭൂമികളാണ്. ഒരു പ്രത്യേക ഭംഗി. അപ്പം ഇതാണ് മരുഭൂമിയിലെ യാത്ര. ഒരു 2 മണിക്കൂർ കൂടുതൽ നമുക്ക് ഈ യാത്രയാണ് ഈ ഒരു റൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുൾ നമ്മൾ റിയാദ് വരെയുള്ള ജേണി പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരുപാടായിപ്പോവും. അതായത് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ റോഡ് കാണാൻ. ഇനിയൊന്ന് കിടക്കിയാണ്, പക്ഷെ സുഖമാണ് കേട്ടോ ഇവിടെ വണ്ടി ഓട്ടിക്കാൻ. 140 പിടിച്ചൊന്ന് പോയാൽ മതി. വണ്ടിയൊക്കെ ഓട്ടിക്കാൻ നല്ല നല്ല റോഡാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഈ മരുഭൂമിയിലെ കാഴ്ചയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മണലതൊക്കെ കണ്ടൊരു പ്രത്യേക ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളിതാ കാഴ്ചകളെല്ലാം കണ്ട് പോയാണ്. അപ്പം നമുക്കിനി ഇതിന് കോഫിയുടെ കടയൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും കിട്ടുമെന്ന്. കാരണം മരുഭൂമിയാണല്ലോ, ഒരു കട പോലും ഇല്ല. ഇത് കഴിഞ്ഞപ്പുറത്തെത്തിയാൽ ഓക്കെയാണ്, കട കിട്ടും. നമുക്ക് കിട്ടിയാൽ നമുക്കൊരു കോഫി കുടിക്കാം. പാവപ്പെട്ടിരിക്കുകയാണ്, ഡ്രൈവും ചെയ്യണം, ഒരു കോഫി കുടിക്കണമെന്ന ആഗ്രഹം ഇതുവരെ നടന്നില്ല. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. റിയാദ് വരെ എത്തുന്ന എല്ലാ വിശേഷങ്ങളും. ഇനി നമ്മൾ ഔട്ടറിലോട്ടാണ് കയറാൻ പോകുന്നത് റിയാദിൻ്റെ. ഇത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കടകളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ആവും. ഇത് ഫുൾ മരുഭൂമി ആയതുകൊണ്ടാണ് നമുക്ക് കടയൊന്നും കാണാനോ ഒരു കോഫി കുടിക്കാൻ പോലും പറ്റാത്ത. അപ്പോൾ അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പാർട്ട് 2 കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.